നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. BJP തെക്കുംകര പഞ്ചായത്ത് ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യം നിർവഹിച്ചു. ബോൺനഥാലെ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പ്ലോട്ടുകളുടെ നിർമ്മാണ ഉദ്ഘാടനം അതിരൂപത മെത്രാപ്പോലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. കോർപ്പറേഷൻ LDF സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ബാബു BJPയിൽ ചേർന്നു. ജില്ലാ മോട്ടോർ തൊഴിലാളി യൂണിയൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് RTO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വാർത്തകൾ വിശദമായി. ഭാരതീയ ജനതാ പാർട്ടി തെക്കുംകര പഞ്ചായത്ത് ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം തെക്കുംകര ഭഗവതി ഓഡിറ്റോറിയത്തിൽ നടന്നു. നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു. ആദ്യഘട്ടത്തിൽ 13 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. BJP തെക്കുംകര ഏരിയ പ്രസിഡന്റ് പ്രദീപ് PS അധ്യക്ഷനായി. മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് KK സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. KA അഭിലാഷ്, ശരത് PS, S രാജു, K രാമചന്ദ്രൻ, ഐശ്വര്യ ഉണ്ണി എന്നിവർ പങ്കെടുത്തു. വാർഡ് 1 കരുമത്ര രാജീവ് തടത്തിൽ, വാർഡ് 3 വിരുപ്പാക്ക മനീഷ AM, 4 വാഴാനി ശിവരാജൻ, വാർഡ് 6 മണലിത്തറ പ്രദീപ് PS, 7 മലാക്ക ജലജ, വാർഡ് 9 പഴയന്നൂർപ്പാടം മോഹനൻ VK, 12 മേപ്പാടം രജിത രതീഷ്, വാർഡ് 13 പറമ്പായ് കൃഷ്ണകുമാർ KC, 14 വാർഡ് നായരങ്ങാടി സന്തോഷ് കുമാർ PG, 15 കല്ലംപാറ ആതിര PM, 16 വാർഡ് പനങ്ങാട്ടുകര സജിത് കൃഷ്ണൻ P, വാർഡ് 17 ചെപ്പോട് രജിത P, 18 വാർഡ് തെക്കുംകര ലതാദേവി AV, വാർഡ് 19 പുന്നംപറമ്പ് ഐശ്വര്യ ഉണ്ണി എന്നിവരാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥികൾ. സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ചുകൊണ്ട് വികസിത കേരളം എന്ന ലക്ഷ്യത്തിനു വേണ്ടി എന്റെ വികസിത പഞ്ചായത്ത് സാധ്യമാക്കാൻ എന്റെ എല്ലാ കഴിവും ഉപയോഗിച്ച് വികസിത കേരളം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന സംഗതിയാണെന്നും അത്തരത്തിൽ അത് പ്രാവർത്തികമാക്കി എടുക്കണമെങ്കിൽ യാതൊരു തരത്തിലും അഴിമതിയില്ലാത്ത, അതല്ലെങ്കിൽ യാതൊരു തരത്തിലും സ്വാർത്ഥതയില്ലാത്ത ഒരു ഭരണാധികാരികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഉണ്ടാവേണ്ടിയിരിക്കണം. അതല്ലാത്ത പക്ഷം കേന്ദ്ര സർക്കാരുകളെ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ നമുക്ക് സാധിക്കില്ല എന്ന് മാത്രമല്ല, കോടിക്കണക്കിന് രൂപയാണ് ലാപ്സാക്കി കളയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുമ്പായിരുന്നെങ്കിൽ കേന്ദ്രത്തിൽ ഭരണമില്ലാതിരുന്ന കാലഘട്ടത്തിൽ എന്താണ് ഒരു പഞ്ചായത്തിലേക്ക് വരുന്ന തുകകൾ, അല്ലെങ്കിൽ എത്രത്തോളം ഫണ്ടുകൾ ഏതൊക്കെ ഹെഡുകളിൽ വരുന്നു എന്നും അത് എങ്ങനെയൊക്കെ വിനിയോഗിക്കുന്നു എന്നുള്ളതും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല എങ്കിൽ ഇന്ന് നമ്മുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട്. പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ഡിസംബർ 4-ന് കാർത്തിക സ്തംഭം ഉയർത്തൽ ചടങ്ങുകളോടെ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗണപതി ഹോമം, വിളിച്ചുചൊല്ലി പ്രാർത്ഥന എന്നിവയ്ക്ക് ശേഷം ശ്രീകോവിലിനെ കെടാവിളക്കിൽ നിന്നും കെടാവിളക്കിലേക്ക് ദീപം പകരും. തുടർന്ന് പണ്ടാര പൊങ്കാല അടുപ്പിലേക്ക് ട്രസ്റ്റി രാധാകൃഷ്ണൻ നമ്പൂതിരി അഗ്നി പകരും. പൊങ്കാലയുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കും. O പനീർശെൽവം, രഞ്ജിത്ത് P നമ്പൂതിരി, ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവർ പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ നടത്തും. വൈകിട്ട് സാംസ്കാരിക സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ മണിക്കുട്ടൻ നമ്പൂതിരി, അശോകൻ നമ്പൂതിരി, രഞ്ജിത്ത് നമ്പൂതിരി, അജിത് കുമാർ എന്നിവർ പങ്കെടുത്തു. ഈ വർഷത്തെ ബോൺനഥാലേക്ക് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പ്ലോട്ടുകളുടെ നിർമ്മാണ ഉദ്ഘാടനം തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. സഹായമെത്രാൻമാർ ടോണി നിലങ്കാവിൽ, ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് അക്കാദമിക് ഡയറക്ടർ ഫാദർ ജോസ് കണ്ണമ്പുഴ, ജനറൽ കൺവീനർ ജോർജ് ചിറമൽ, ചീഫ് കോർഡിനേറ്റർ ജോജു മഞ്ഞില, പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, ഏകോപന സമിതി സെക്രട്ടറി ഷിൻഡോ മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. വന്ന് അതിന്റെ AI പ്ലോട്ടുകളുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇപ്പോൾ തന്നെ ഇവിടെ നടന്നത്.
ബൊന്നത്താലെ സാംസ്കാരിക നഗരത്തിൽ പ്രത്യേകിച്ച് മതസൗഹാർദ്ദത്തിന്റെ, ക്രിസ്മസ് ന്യൂ ഇയർ സന്തോഷത്തിന്റെ, അതിനേക്കാൾ അപ്പുറത്ത് ഈ നാടിന്റെ നന്മയ്ക്ക് കാരുണ്യത്തിന്റെ ആഘോഷമായി നടക്കാൻ കാരണമാകട്ടെ. ഈ കാലഘട്ടത്തിൽ AI രൂപത്തിൽ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്ലോട്ടുകൾ തീർച്ചയായിട്ടും കാണാൻ വരുന്നവർക്ക്, പങ്കെടുക്കുന്നവർക്ക് അത് വലിയ ഒരു നല്ല സാംസ്കാരിക അനുഭവമാകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പ്രത്യേകമായി നന്ദിയോടെ അവർക്ക് വിജയാശംസകൾ നേരുന്നു. ഈ വർഷത്തെ ഭാരത് സേവക് സമാജ് ദേശീയ പുരസ്കാരം തൃശൂർ മാടക്കത്ര സ്വദേശിക്ക്. രാജ്യനിർമ്മിതിയിൽ മികച്ച സംഭാവന നൽകിയ പ്രമുഖരെ ആദരിക്കുന്ന ഭാരത് സേവക് സമാജ് സംഘടിപ്പിച്ച ദേശീയ പുരസ്കാര വിതരണ ചടങ്ങ് തിരുവനന്തപുരം BSS സദ്ഭവന നഗർ കവടിയാറിൽ നടന്നു. മനഃശാസ്ത്ര സാമൂഹിക രംഗങ്ങളിൽ മികച്ച സേവനങ്ങൾക്കും പൊതുപ്രവർത്തനങ്ങളിലും നൽകിയ സമഗ്ര സംഭാവനകൾക്കും തൃശൂർ മാടക്കത്ര സ്വദേശി പ്രശാന്ത് ON കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റിന് ഈ വർഷത്തെ ഭാരത് സേവക് സമാജ് ദേശീയ പുരസ്കാരത്തിന് അർഹനായി. പുരസ്കാരം ഭാരത് സേവക് സമാജ് നാഷണൽ ചെയർമാൻ BS ബാലചന്ദ്രൻ നൽകി. വിവിധ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും BSS ഭാരവാഹികളും പങ്കെടുത്തു. തൃശൂർ കോർപ്പറേഷനിലെ LDF സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ BJPയിൽ ചേർന്നു. നടത്തറ ഡിവിഷൻ കൌൺസിലർ ഷീബ ബാബുവാണ് BJPയിൽ ചേർന്നത്. ജനതാദൾ S നേതാവായിരുന്ന ഷീബ ബാബു കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്നും രാജിവെച്ചിരുന്നു. നിലവിൽ BJPയുടെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കൃഷ്ണപുരം ഡിവിഷനിൽ മത്സരിക്കും. ജനതാദൾ S ദേശീയ തലത്തിൽ NDAയുടെ ഭാഗമാണ്. 3 തവണയും തന്നെ തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് ആവശ്യമായ വികസനം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള ഗ്രൗണ്ട് തടയപ്പെട്ടു. ഫണ്ടുകൾ അനുവദിക്കുന്നതിന് വലിയ തടസ്സമുണ്ടായി. CPM നേതാവായ വർഗീസ് കണ്ടംകുളത്തെയാണ് തടസ്സം നിന്നത്. അദ്ദേഹത്തിനെതിരെ എല്ലായിടങ്ങളിലും പരാതിപ്പെട്ടുവെങ്കിലും ഫലമുണ്ടായില്ല. 1.5 വർഷമായി കാര്യങ്ങൾ തന്നെ അറിയിക്കാറില്ല. സ്വതന്ത്രയായി മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ NDA പിന്തുണ പ്രഖ്യാപിച്ചു. BJPയുടെ അംഗത്വം എടുത്തുമുഖോ എന്ന കാര്യം പിന്നീട് തീരുമാനിക്കും. NDAക്കൊപ്പം നിന്നാൽ വിജയിക്കുമെന്ന വിശ്വാസമുണ്ടെന്നും ഷീബ ബാബു പറഞ്ഞു. സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം, കഴിഞ്ഞ 3 ടേമായി ഈ തൃശ്ശൂർ നഗരസഭാ കൗൺസിലർ എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്ന തൃശ്ശൂർ നഗരസഭയിലെ പൊതുമരാമത്ത് വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി പ്രവർത്തിച്ചുകൊണ്ട് ഈ നഗരത്തിലെ ആളുകൾക്ക് ഏറ്റവും സുപരിചിതയായിട്ടുള്ള ശ്രീമതി ഷീബ ബാബു, അവർ ജനതാദൾ എസിൻ്റെ കൗൺസിലറായിരുന്നു. അവരിന്ന് ഭാരതീയ ജനതാ പാർട്ടിയുമായി, ദേശീയ ജനാധിപത്യ സഖ്യവുമായി സഹകരിക്കാൻ തയ്യാറായി NDAയിൽ ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ വന്നിട്ടുണ്ട്. അവരെ ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ 15 വർഷമായി ഈ നഗരഭരണത്തിൽ അവരുടെ പങ്കാളിത്തം, തുടർന്നങ്ങോട്ട് NDAക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു നഗരസഭാ ഭരണത്തിൽ ഞങ്ങൾക്ക് ഗുണകരമാകും, മുതൽക്കൂട്ടാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അവരെ ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ നഗരത്തിൽ കൃഷ്ണപുരം ഡിവിഷനിൽ NDAയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി, കൃഷ്ണാപുരം ഡിവിഷനിൽ NDAയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അവർ ഇപ്രാവശ്യം മത്സരിക്കും. അവരെ ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുക. ബാക്കിയാണ് ഞാൻ തൃശൂർ സെന്റ് തോമസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ 106ാമത് സംഗമം നവംബർ 15-ന് 4 മണിക്ക് സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കോളേജിൽ നിന്നും 50 വർഷങ്ങൾക്ക് മുൻപ് പഠനം പൂർത്തിയാക്കി പോയവരും പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തിയവരെയും ആദരിക്കും. സംഘടന ഏർപ്പെടുത്തിയ എൻഡോമെന്റുകൾ പഠനത്തിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യും. യോഗാനന്തരം വിവിധ കലാപരിപാടികൾ ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പാൾ ഫാദർ KA മാർട്ടിൻ, CA ഫ്രാൻസിസ്, ജെയിംസ് മുട്ടിക്കൽ, CV അജി, ഡോക്ടർ KP നന്ദകുമാർ എന്നിവർ പങ്കെടുത്തു. ഭാരതീയ ജനതാ പാർട്ടി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യം നടത്തി. 24 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് KK അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി നിത്യസാഗർ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അനിൽകുമാർ CV, ബിനീഷ് KR, നഗരസഭ കുമ്പളങ്ങാട് കൌൺസിലർ കവിത കൃഷ്ണനുണ്ണി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.
ഡിവിഷൻ നമ്പർ 1 പുതുരുത്തി സ്കൂൾ സജീവൻ KV, 2 പുതുരുത്തി സെന്റർ രവീന്ദ്രൻ VV, 4 പടിഞ്ഞാറേക്കര സന്തോഷ് മാണിക്കത്ത്, 5 കുമ്പളങ്ങാട് സെന്റർ കൃഷ്ണനുണ്ണി E, ചാലക്കൽ PK ചന്ദ്രൻ, ഇരട്ടക്കുളങ്ങര കൃഷ്ണപ്രസാദ്, വടക്കാഞ്ചേരി ടൗൺ നിത്യസാഗർ, ഓട്ടുപാറ ടൗൺ വെസ്റ്റ് ഗോപിക മനോജ്, ഒന്നാംകല്ല് മിനി KR, മാരാത്തുകുന്ന് സുമേഷ് EB, എങ്കക്കാട് അഡ്വക്കേറ്റ് ഹരികിരൺ, മംഗലം നോർത്ത് സരിത അനിൽകുമാർ, മംഗലം സൗത്ത് റെജു KN, കരുതക്കാട് കൃഷ്ണകുമാർ MG, പാർലിക്കാട് വെസ്റ്റ് ബാബു R വാര്യർ, തിരുത്തിപ്പറമ്പ് സെന്റർ ജ്യോതി MK, മിണാലൂർ സെന്റർ രാധിക ജയൻ, അമ്പപുരം രാജേഷ് VS, മണക്കുളം നന്ദന B നായർ, മെഡിക്കൽ കോളേജ് രഘുനാഥ് KS, ആര്യമ്പാടം ഈസ്റ്റ് വിനേഷ് PV, കോട്ടപ്പറമ്പ് ശ്രുതി K ഉണ്ണി, മുണ്ടത്തിക്കോട് സൗത്ത് രാജശ്രീ M, കോടശ്ശേരി വിനേഷ് EB എന്നിവരാണ് മത്സരിക്കുന്നത്. മൂന്നാറിൽ ഓൺലൈൻ ടാക്സിയിലെത്തിയ വിനോദസഞ്ചാരിയെ തടഞ്ഞ് മറ്റൊരു കാറിൽ കയറ്റിവിട്ടു. ഈ സംഭവത്തിൽ 3 ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത നടപടി അധാർമികമാണെന്ന് കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ടാക്സി ഫെയർ സ്റ്റേജ് സർക്കാർ തീരുമാനിക്കണം, ലൈസൻസ് ഇല്ലാത്ത ഓപ്പറേറ്റർമാരെ നിരോധിക്കണം, ഇന്റർസിറ്റി ട്രിപ്പുകളിൽ റേറ്റുകൾ ഏകീകരിക്കുക, സാരഥി ഓൺലൈൻ പ്ലാറ്റ്ഫോം നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങളും ഭാരവാഹികൾ ഉന്നയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി ബാഹുലയൻ, ട്രഷറർ KV സജീഷ്, ഇബ്രാഹിം ചിറ്റുപുറം, ജില്ലാ പ്രസിഡന്റ് ജോയ് പുത്തൻപീടിക, സെക്രട്ടറി പ്രേംചന്ദ് തിരൂർ എന്നിവർ പങ്കെടുത്തു. ഇടവേള. SRK Gold and Diamonds, Kalathod, Thrissur, making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്.
അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. പുട്ട് കഴിക്കണം. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. പുട്ടാ? ഈ നേരത്താ? വഴിയുണ്ടാക്കാം. യൂണിക് കിച്ചൻ പുട്ടുപൊടി, ശുദ്ധമായ ഭക്ഷണം. ഇത് ഞങ്ങളുടെ പ്രോമിസ്. വാർത്തകൾ തുടരുന്നു. ശിശുദിനാഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ ജവഹർ ബാലഭവൻ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി 300-ൽ പരം കുട്ടികൾ പങ്കെടുത്തു. മത്സര വിജയികൾക്ക് ഈസ്റ്റ് സബ് ജില്ലാ AEO ജീജ വിജയൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. LP വിഭാഗം ഫസ്റ്റ് പ്രൈസ് നൈനിക ശ്രീജിത്ത്, പാറമേക്കാവ് വിദ്യാമന്ദിർ. സെക്കൻഡ് പ്രൈസ് അർഹിത രാജേഷ്, GUIS വരടിയം. തേർഡ് പ്രൈസ് ബേസിൽ ബാബു, സേക്രഡ് ഹാർട്ട്. UP സെഷൻ ഫസ്റ്റ് പ്രൈസ് അശ്വതിക്, SRKGVM. സെക്കൻഡ് പ്രൈസ് നായർ മല്ലിയ പ്രസാദ്, സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂൾ. തേർഡ് പ്രൈസ് ആദിദേവ് KC, NSS. ഹൈസ്കൂൾ വിഭാഗം ഫസ്റ്റ് പ്രൈസ് നീനു SA, ഹോളി ഫാമിലി. സെക്കൻഡ് പ്രൈസ് മീനാക്ഷി അനു, പാറമേക്കാവ് വിദ്യാമന്ദിർ. തേർഡ് പ്രൈസ് സിയ EV, സെന്റ് ക്ലെയേഴ്സ്. ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ച സ്കൂളിനുള്ള ട്രോഫി ഹോളി ഫാമിലി സ്കൂൾ കരസ്ഥമാക്കി. RTO ചലാൻ APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് 9,90,000 രൂപ തട്ടിയെടുത്ത കേസിൽ ഹരിയാന സ്വദേശിയായ യുവതിയെ ഹരിയാനയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. പ്രതി റിമാൻഡിലേക്ക്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സൊലസ് 18ാം വാർഷികം നവംബർ 15-ന് റീജിയണൽ തിയേറ്ററിൽ പ്രശസ്ത എഴുത്തുകാരി S. ശാരദകുട്ടി ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് E. ദിവാകരൻ അധ്യക്ഷത വഹിക്കും. പീഡിയാട്രിക് പ്രൊഫസർ ഡോക്ടർ ജാനകി മേനോൻ സ്നേഹ സന്ദേശം നൽകും. സ്ഥാപക സെക്രട്ടറി ഷീബ അമീർ സൊനേസ് നടത്തുന്ന സേവനങ്ങൾ വിശദീകരിക്കും. ധനശേഖരണാർത്ഥം ഗസൽ മാന്ത്രികൻ റാസയുടെ സംഗീത വിരുന്നുണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ EM ദിവാകരൻ, ട്രഷറർ PV സുരേന്ദ്രനാഥ്, കൺവീനർ P. ഗീത, K. ഗീത, MK ഷീജ എന്നിവർ പങ്കെടുത്തു. ജില്ലാ മോട്ടോർ തൊഴിലാളി സംയുക്ത ട്രേഡ് യൂണിയൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓൺലൈൻ ഓട്ടോ ടാക്സികളെ നിയന്ത്രിക്കുക, പരമ്പരാഗത ഓട്ടോ ടാക്സി തൊഴിലാളികളെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൃശൂർ RTO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CITU നേതാവും മോട്ടോർ തൊഴിലാളി സംയുക്ത ട്രേഡ് യൂണിയൻ കമ്മിറ്റി ജില്ലാ ചെയർമാനുമായ PK പുഷ്പാകരൻ ഉദ്ഘാടനം ചെയ്തു. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി AT ജോസ് അധ്യക്ഷത വഹിച്ചു. മോട്ടോർ വാഹന ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് AC കൃഷ്ണൻ, INTUC ജില്ലാ ജനറൽ സെക്രട്ടറി VA ഷംസുദ്ദീൻ, STU ജില്ലാ സെക്രട്ടറി നൌഷാദ് CI, മോട്ടോർ വാഹന തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ, ബൈജു TS, ജോണി AJ, ദീപൻ, നാരായണൻ, റഹീം, ബിജു PB എന്നിവർ സംസാരിച്ചു. നവംബർ 26-ാം തീയതി ചർച്ച ചെയ്യാന്നവർ നവംബർ 26-ാം തീയതി ഇന്ന് എത്രാം തീയതി? ഇന്ന് 13-ാം തീയതി. 26-ാം തീയതി ചർച്ച ചെയ്യാന്ന് പറയുമ്പോ 1.5 ലക്ഷത്തോളം ശമ്പളം വാങ്ങുന്ന RTO ഓഫീസർക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം മാസാവസാനാവുമ്പോ RTO ഓഫീസറുടെ ബാങ്ക് അക്കൗണ്ടിൽ കൃത്യമായി തന്നെ പണം വരും. അത് നമ്മൾ പട്ടിണി കിടന്നാലും വരും. നമ്മൾ ടാക്സ് അടയ്ക്കുന്ന കാശെടുത്ത് ഇവർക്കെല്ലാം ശമ്പളം കൊടുത്ത് ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികളെയും പാവപ്പെട്ട ഇവിടുത്തെ നിത്യജീവനത്തിന് വേണ്ടി പണിയെടുക്കുന്ന തൊഴിലാളികളുടെയും വിഷയങ്ങൾ പരിഹരിക്കുന്നതിനും അത് കേൾക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ 1.5 ലക്ഷത്തോളം RTO ഓഫീസർ ശമ്പളം വാങ്ങുന്നതെങ്കിൽ അത് കേൾക്കാനും അത് പരിഹരിക്കാനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങൾ നടത്തി തരുന്നതിനും ഈ RTO ഓഫീസർ ഉത്തരവാദിത്തപ്പെട്ടതാണ്. RTO ഓഫീസ് എന്നതും ഉത്തരവാദിത്തപ്പെട്ടതാണ്. അതുകൊണ്ട് കൃത്യമായി തന്നെ ഈ പറയുന്ന വിഷയം സെന്റ് തോമസ് തോപ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ജോസ് ആലുക്കാസ് ഇന്ത്യ ലിമിറ്റഡ് സ്പോൺസർ ചെയ്ത സോളാർ പാനലിന്റെ സ്വിച്ച് ഓൺ ഉദ്ഘാടനവും കോർപ്പറേഷൻ വാർഡ് കൌൺസിലർ ലീല വർഗീസ് നിർവഹിച്ചു. ലൂർദ് കത്തീഡ്രൽ പള്ളി വികാരിയും സ്കൂൾ മാനേജറുമായ റവറൻഡ് ഫാദർ ജോസ് വല്ലൂറാൻ അധ്യക്ഷനായി. ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളും ഉൾപ്പെടുന്ന മുഴുവൻ വൈദ്യുതി ആവശ്യങ്ങളും നിറവേറ്റാൻ കഴിയുന്ന 10 കിലോവാട്ട് ശേഷിയുള്ള സോളാർ പാനലാണ് ജോസ് ആലുക്കാസ് ഇന്ത്യ ലിമിറ്റഡ് സ്കൂളിന് വേണ്ടി സ്പോൺസർ ചെയ്തത്. പ്രിൻസിപ്പൽ ബാബു KF സ്വാഗതവും ജോസ് ആലുക്ക മുഖ്യപ്രഭാഷണവും നടത്തി. ഹെഡ്മിസ്റ്റർ ഷേർലി ആന്റണി, PTA പ്രസിഡന്റ് ലിജോ ജോസ്, സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റി ജോർജ് കവലക്കാട്ട് എന്നിവർ ആശംസകൾ അറിയിച്ചു. ഡോക്ടർ ജോൺ റാഫേൽ നന്ദി അർപ്പിച്ചു. അധ്യാപകരായ സുമ ഉണ്ണിമാളിയമ്മാവ്, സന്ദീപ് TJ, ജിൻഡോ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി.
ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് ഔഷധി പഞ്ചകർമ്മ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ലോക പ്രമേഹ ദിന വിളംബര ജാഥയും വാക്കത്തോണും നടത്തുന്നു. ഈ വർഷത്തെ ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് സർക്കാർ സ്ഥാപനമായ ഔഷധി പഞ്ചകർമ്മ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ നവംബർ മാസം പ്രമേഹ ബോധവൽക്കരണ മാസമായിട്ടാണ് ആചരിക്കുന്നത്. ഔഷധി പഞ്ചകർമ്മയുടെ നേതൃത്വത്തിൽ തൃശൂർ റൗണ്ടിൽ ലോക പ്രമേഹ ദിന വിളംബര ജാഥ നടത്തി. പ്രമേഹ നിയന്ത്രണത്തിൽ വ്യായാമത്തിനുള്ള പ്രാധാന്യം വിളിച്ചോതുന്ന വാക്കത്തോൺ നവംബർ 14 വെള്ളിയാഴ്ച രാവിലെ 6:30 തൃശൂർ സ്വരാജ് റൗണ്ടിലെ നടുവിലാൽ മുതൽ ഔഷധി പഞ്ചകർമ്മ ആശുപത്രി വരെയുണ്ട്. പ്രശസ്ത നർത്തകിയും ആയുർവേദ ഡോക്ടറുമായ ഡോക്ടർ സ്നേഹയുടെ നേതൃത്വത്തിൽ അദ്രവ്യ പ്രമേഹ ചികിത്സയെക്കുറിച്ചുള്ള നൃത്തശില്പം നവംബർ 14 വൈകിട്ട് 4 മണിക്ക് ആശുപത്രി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഉണ്ടായിരിക്കും. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. നീലി എന്റെ എല്ലാ പ്രശ്നത്തിലും കൂടി ഉണ്ടായിരുന്നു. ഇനി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ ഇവിടെ മുമ്പ് ചേട്ടൻ വാർത്തകൾ തുടരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പല പ്രാവശ്യം ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതി പൈങ്കുളം സ്വദേശി കുന്നത്ത് വീട്ടിൽ ബാലൻ എന്ന് വിളിക്കുന്ന ബാലചന്ദ്രനെ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി 36 വർഷം കഠിന തടവിനും 2,50,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷ വിധിച്ചു. പിഴ സംഖ്യ അതിജീവിക്ക് കൈമാറണം. പിഴ അടയ്ക്കാത്ത പക്ഷം അധിക തടവാണ്. 16 സാക്ഷികളെ വിസ്തരിച്ചു. 26 രേഖകൾ, 4 മുതലുകൾ എന്നിവ തെളിവിലേക്കായി ഹാജരാക്കി. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുനിത കെ.എ, അഡ്വക്കേറ്റ് ഋഷി ചന്ദ് എന്നിവർ ഹാജരായി. കോർട്ട് ലെയ്സൺ ഓഫീസർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സംഗീത് MG പ്രോസിക്യൂഷനെ സഹായിച്ചു. വലപ്പാട് ഉപജില്ലാ കലോത്സവം കണ്ട് മടങ്ങുന്നതിനിടയിൽ 2.5 വയസ്സുള്ള കുട്ടിയുടെ കയ്യിൽ കിടന്നിരുന്ന അരപ്പവനോളം തൂക്കം വരുന്ന സ്വർണ്ണവള മോഷ്ടിച്ച കേസിൽ യുവതി റിമാൻഡിൽ. കുട്ടിക്കെതിരെ ബാലനീതി നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കും. ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് സ്കൂളിന് മുൻവശം വച്ചായിരുന്നു സംഭവം. ചാണാടിക്കൽ വീട്ടിൽ അശ്വതിയുടെ തോളിൽ കിടന്നുറങ്ങുകയായിരുന്ന പെൺകുട്ടിയുടെ കയ്യിൽ ധരിച്ച അരപ്പവനോളം തൂക്കം വരുന്ന സ്വർണ്ണവള മോഷ്ടിച്ച സംഭവത്തിൽ വാടാനപ്പള്ളി പോലീസ് കേസെടുത്തു. പ്രതി ഗണേശമംഗലം വലിയകത്ത് വീട്ടിൽ സജ്ജനയെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ SHO ഷൈജു, SI-മാരായ സുബിൻ, വിനീത്, GSPO മഹേഷ്, റിഷാദ്, സൗമ്യ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ട്. സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ കോടതി പ്രതിയുടെ ജാമ്യം റദ്ദാക്കി റിമാൻഡ് ചെയ്തു. ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കൊലപാതക കേസിൽ വരോട്ടിച്ചാൽ സ്വദേശിയായ പ്രതിക്കെതിരെ സാക്ഷി പറയാൻ ഇരിക്കുന്നതിനിടയിലാണ് സാക്ഷിയുടെ വീട്ടിലേക്ക് പ്രതി അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയത്. മാന്നാമംഗലം വരോട്ടിച്ചാൽ സ്വദേശി കുഞ്ഞുമോൻ എന്ന് വിളിക്കുന്ന ഷെറി എന്നയാളുടെ ജാമ്യമാണ് ഒല്ലൂർ പോലീസ് നൽകിയ അപേക്ഷയിൽ കോടതി റദ്ദ് ചെയ്ത് പ്രതിയെ റിമാൻഡ് ചെയ്തത്. വയോധികനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസിൽ പ്രതികളായ 3 പേർ റിമാൻഡിൽ. കോടന്നൂർ ഹാഷ്മി നഗറിൽ വേൾഡ് കോർണർ ക്ലബിൽ വെച്ചാണ് ഗോവിന്ദൻ എന്നയാളുടെ മുഖത്ത് മുൻവൈരാഗ്യത്താൽ ഗുരുതരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചുവെന്ന കേസിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്.
പ്രതികളായ കോടന്നൂർ സ്വദേശി കണിയത്ത് വീട്ടിൽ നിധീഷ്, മണാരം കുന്നത്ത് വീട്ടിൽ കൃഷ്ണകുമാർ, ചുള്ളിപ്പറമ്പിൽ വീട്ടിൽ സുധീഷ് എന്നിവരെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾക്കു ശേഷം പ്രതികളെ റിമാൻഡ് ചെയ്തു. സുധീഷ്, നിധീഷ്, കൃഷ്ണകുമാർ എന്നിവർക്കെതിരെ മറ്റു കേസുകളും നിലവിലുണ്ട്. തൃശൂർ റൂറൽ പോലീസ് കായികമേള 2025 ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPS ദീപശിഖ കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. 2025 വാർഷിക കായികമേളയ്ക്കും അത്ലറ്റിക് മീറ്റിനും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് വിദ്യാനികേതൻ സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി. ഗെയിംസ് മത്സരങ്ങൾ നേരത്തെ പൂർത്തിയായി. സമാപന ചടങ്ങ് നവംബർ 13 വ്യാഴാഴ്ച വൈകുന്നേരം നടന്നു. തൃശൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രമ്യ മേനോൻ മുഖ്യ അതിഥിയായി. സിറ്റി ജില്ലാ പോലീസ് മേധാവി നകുൽ രാജേന്ദ്ര ദേശ്മുഖ് IPS വിശിഷ്ടാതിഥിയായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BJP തെക്കുംകര പഞ്ചായത്ത് ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യം നിർവഹിച്ചു. ബോൺനഥാലെ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പ്ലോട്ടുകളുടെ നിർമ്മാണ ഉദ്ഘാടനം അതിരൂപത മെത്രാപ്പോളിത്ത മറാൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. കോർപ്പറേഷൻ LDF സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ബാബു BJPയിൽ ചേർന്നു. ജില്ലാ മോട്ടോർ തൊഴിലാളി യൂണിയൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് RTO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.